കഥ തുടരുന്നു. ഗ്രാമം ഇപ്പോൾ വല്ലാത്തൊരു ഭീതിയിൽ ആണ്ടിരിക്കുകയാണ്. ശേഷിച്ച അധികാരികളുടെ മദ്യശാലകൾക്ക് നേരെ വീണ്ടും ആരോ ആക്രമണം നടത്തിയിരിക്കുന്നു. ആ നീളൻ കുപ്പായക്കാരനെ പലരും കണ്ടിരിക്കുന്നു. കായികാഭ്യസിയായ അവൻ്റെ പുറകെ പലരും പോയെങ്കിലും ഇരുട്ടിൽ ഞൊടിയിടെ മറയുന്ന അക്രമിയെ പിടിക്കുവാനോ പിന്തുടരാനോ ആർക്കുമായില്ല. ഒരു കാര്യം എല്ലാവരും മനസ്സിലുറപ്പിച്ചു: അതൊരു എതിരാളിയാണ്. അധികാരി വർഗത്തിന് മുഴുവനായി ഭയപ്പെടുവാൻ മാത്രം കെൽപ്പുള്ള ശക്തനായൊരു എതിരാളി. ഗ്രാമത്തിലെ മദ്യശാലകൾ നശിച്ചതോടെ വീടുകളിൽ സമാധാനവും സന്തോഷവും കടന്നു വന്നു. അധികാരികൾക്ക് ഉറങ്ങുവാനായില്ല. അവർ രാവും പകലും ചർച്ചകൾ നടത്തി. ശക്തനായ ആ എതിരാളിയെ കണ്ടുപിടിച്ചേ മതിയാവൂ. കാരണം ഇനി അവൻ്റെ ആക്രമണം തങ്ങളുടെ കൊട്ടാരങ്ങൾക്ക് നേരെ ആവാം. അത് തടഞ്ഞേ പറ്റൂ. ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും അധികാരികളുടെ പണിക്കാർ കയറിയിറങ്ങി. നീളം കുപ്പായവും കയ്യുറയും ഒരിടത്തു നിന്നും കണ്ടെടുക്കാനാകാതെ അവരെല്ലാം കുഴങ്ങി. പിന്നീട് ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ കാവൽക്കാരെ നിർത്തി. എന്നാൽ നീളം കുപ്പായക്കാരൻ തിരിച്ചു വന്നില്ല. മാസങ്ങളോളം കാവൽ നിന്നുമെടുത്ത അധികാരികളുടെ കാവൽക്കാർ മനസ്സുമടുത്ത് തിരിച്ചുപോയി. നീളം കുപ്പായക്കാരൻ്റെ ആക്രമണം സാധാരണക്കാരൻ്റെ നേരെയുണ്ടാകില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എതിരാളി ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ തന്നെയെന്ന് ഗ്രാമീണർ ഉറച്ചു വിശ്വസിച്ചു. പലഹാര നിർമ്മാണ യൂണിറ്റിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളിലെയും സ്ത്രീകൾ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളായി. മുതിർന്ന സ്ത്രീകൾ പരമ്പരാഗതമായ പലഹാരക്കൂട്ടുകൾ നിർമ്മിക്കുന്നതിലായിരുന്നു താൽപ്പര്യം. പലഹാരത്തിനാവശ്യമായ പൊടിവർഗ്ഗങ്ങൾ അവർ ഗ്രാമത്തിൽ തന്നെ തയ്യാറാക്കി. ഓരോരുത്തരെയും പല ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ടായിരുന്നു തീർത്തയുടെ പ്രവർത്തനം. പലഹാരക്കൂട്ട് നിർമ്മിക്കുന്നതിനും പലഹാരം ഉണ്ടാക്കുന്നതിനും പാക്കറ്റുകളാക്കുന്നതിനും എല്ലാം ഉത്സാഹത്തോടെ അവർ പണിയെടുത്തു. ഗ്രാമത്തിലെ വളരെ വിശ്വസ്തരായ കുറച്ച് യുവാക്കളെയും തീർത്ത ജോലിക്ക് ചേർത്തിരുന്നു. പാക്കറ്റുകളിലാക്കി പലഹാരപ്പൊതികൾ നഗരത്തിലെത്തിക്കുക എന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നാദുവും അവരോടൊപ്പം കൂടി. എന്നാൽ ധർമ്മസങ്കടത്തിലായത് കൗസല്യാദേവിയായിരുന്നു. അവർ പല്ലവിയെ മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ നന്നായി ബുദ്ധിമുട്ടി. പല്ലവിക്കും അതൊരു പ്രയാസമായി തോന്നി. എന്നാൽ തീർത്ഥയോടുള്ള കടപ്പാടുകൊണ്ട് അവൾ അതെല്ലാം മറന്നു. കൗസല്യാദേവി മകളോട് തൻ്റെ ഭയം വെളിപ്പെടുത്തി. വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. ബൻസാലെ കുടുംബത്തിൽ വിളകൾ സൂക്ഷിക്കുന്നതിനായി വലിയൊരു മുറി ബംഗ്ലാവിനോട് ചേർന്നുണ്ട്. ആ മുറി വർഷങ്ങളായി ആരും ഉപയോഗിക്കാറില്ല. അവിടെ വൃത്തിയാക്കിയാൽ പല്ലവിയെ താമസിപ്പിക്കാം. പുറത്തു നിന്നുള്ളവരുടെ കണ്ണിൽ ആ മുറി അത്ര പെട്ടെന്ന് പെടുകയുമില്ല. പല്ലവിയുടെ പ്രസവത്തിനായാലും ആ മുറി ഉപകാരപ്പെടുമെന്ന് തീർത്ത കണക്കുകൂട്ടി. അന്ന് തന്നെ പല്ലവിയെ ആ മുറിയിലേക്ക് മാറ്റി പാർപ്പിച്ചു. മുറിക്ക് ചെറിയൊരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ലോകത്തെ ഭയത്തിൻ്റെ മൂടാപ്പിൽ നിന്നും സ്വതന്ത്രമാക്കുവാൻ ആ ഒളിച്ചു താമസത്തിലൂടെ പല്ലവിക്ക് കഴിഞ്ഞു. പൊട്ടിമുളയ്ക്കാൻ ധാന്യമണികൾ ഭയന്നു. കാർമേഘങ്ങൾ മഴയാകാൻ മടിച്ചു നിന്നു. അന്ധകാരത്തെ കുടയായി ചൂടി രത്തംപോർ അപ്പോഴും നിലകൊണ്ടു. നിഴലുകളിലെ കറുത്ത മറയ്ക്കുള്ളിൽ നിന്നും ചോര പടർന്ന ഒരു വഴിത്താര കാലം ആ ഗ്രാമത്തിനായി കാത്തുവെച്ചു. ഇന്ന് രത്തംപോറിൽ ചെറിയ തോതിൽ പുരോഗതിയുടെ വെളിച്ചം കാണാം. എന്നാൽ അത് പൂർണ്ണമായി എന്ന് പറയാറായിട്ടില്ല. സ്ത്രീകൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയതോടെ അവരുടെ ആത്മാഭിമാനം വർദ്ധിച്ചു. അവർ ഇന്ന് തീർത്ത സരസ്വതിയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. പട്ടണത്തിൽ നിന്നും തീർത്ത ഇപ്പോൾ കൂടുതലായി വരുത്താറുള്ളത് പാഠപുസ്തകങ്ങളും ആത്മീയ പ്രാധാന്യമുള്ള ചെറു പുസ്തകങ്ങളുമാണ്. അറിവിൻ്റെ പാതകളിലൂടെയുള്ള സഞ്ചാരം ഇന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ധൈര്യം പകരുന്നു. നിരക്ഷരായ തങ്ങളുടെ മാതാപിതാക്കളെ ചൂഷണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിച്ചെടുക്കുവാൻ അതുവഴി കുട്ടികൾക്ക് കഴിയുമെന്ന് തീർത്തയ്ക്ക് ഉറപ്പായിരുന്നു. ഇന്ന് അടിയാളരായ കർഷകർ മുതലാളിമാരായ അധികാരികളോട് ശമ്പളം കണക്കു പറഞ്ഞു വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തീർത്തയ്ക്ക് വളരെ സന്തോഷം തോന്നി. തൻ്റെ പ്രയത്നങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഇതുവരെയും അധികാരികൾ യാതൊരു ആക്രമണ നടപടിയും കൈക്കൊള്ളാതിരുന്നത് അവളെ സംശയാലുവാക്കി. എന്നാൽ ആ സംശയം ബോംബ് പോലെ രത്തംപോറിൽ പടർന്നത് വളരെ പെട്ടെന്നായിരുന്നു. പൊടിക്കാറ്റിൻ്റെ കാലമായിരുന്നു അപ്പോൾ. ബൻസാലെ ബംഗ്ലാവിന് മുമ്പിൽ വന്നു നിന്നു പോലീസ് ജീപ്പ്. ആദ്യം കണ്ടത് നാദുവായിരുന്നു. തീർത്ത തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലിയുടെ കണക്കുകൾ രജിസ്റ്ററിൽ പകർത്തുകയായിരുന്നു. ഓടിപ്പാഞ്ഞെത്തിയ നാദുവിൻ്റെ പരിഭ്രമം കണ്ട് തീർത്ത ആദ്യമൊന്ന് ഭയന്നു. പല്ലവിയുടെ ഓർമ്മയായിരുന്നു അവൾക്ക്. തീർത്ത കോണിപ്പടി ഇറങ്ങി താഴെ വന്നു. പോലീസുകാർ ചേതനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. പോലീസ് ഓഫീസർ തീർത്തയോട് പറഞ്ഞു: മാഡം, സഹകരിക്കണം. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അറസ്റ്റോ? എന്തിന്? നിങ്ങൾ നഗരത്തിൽ കൊടുത്തുവിട്ട പലഹാരങ്ങളിൽ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിച്ച് കുറച്ചാളുകൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. തീർത്തയ്ക്ക് ശരീരം തളരുന്നതായി തോന്നി. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. യാതൊരു മായമോ കളർ കെമിക്കൽസോ ഒന്നും തന്നെ അവിടെ തയ്യാറാക്കുന്ന പലഹാരത്തിൻ്റെ ചേർക്കാറില്ല. ഒരു കാര്യം ഉറപ്പാണ്: ചതി. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? തീർത്തയുടെ ചിന്തകളിൽ ചതിയുടെ രൂക്ഷഗന്ധം പടർന്നു. അവൾ പോലീസുകാരോടൊപ്പം ജീപ്പിൽ കയറി. കൗസല്യാദേവി ആ കാഴ്ച കണ്ട് ബോധരഹിതയായി. നാദുവിൻ്റെ തേങ്ങൽ ചേതനയെയും തളർത്തിക്കളഞ്ഞു. പണിക്കാരായി എത്തിയ സ്ത്രീകൾ ബൻസാമല ബംഗ്ലാവിൽ സംഭവിച്ച ആ ദുരന്തത്തിൽ മുറിവേറ്റ് സ്വയം ശപിച്ചിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ എന്നും വെളിച്ചം വീശാനായിരുന്നു
തീർത്ത ആഗ്രഹിച്ചത്. വളരെ മോശമായ പ്രതികരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അവൾ തങ്ങളെ ഒരു നോക്കുകൊണ്ട് പോലും കുത്തി നോവിച്ചിട്ടില്ല. പട്ടിണിയും അവഗണനയും പീഡനവും ഏറെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർത്തയുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാവരിലും ഒരു സംശയം മാത്രം ബലപ്പെട്ടു. തങ്ങളുടെയൊപ്പം ഉണ്ടായിരുന്ന ചതിയുടെ മേൽവിലാസക്കാരൻ ആരായിരിക്കും? തീർത്തയെയും കൊണ്ടു നീങ്ങിയ പോലീസ് ജീപ്പ് കാത്ത് ഒരു സ്ത്രീ ഗ്രാമത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് തീർത്തയുടെ സഹായിയായ സുശീലാദേവിയായിരുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി കുറ്റബോധത്താൽ അവളുടെ ഹൃദയം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. സാർ, ദീദി നിരപരാധിയാണ്. അവരെ ജയിലിലേക്ക് അയക്കരുത്. തീർത്തയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 2 ദിവസമായി സുശീല ജോലിക്ക് എത്തിയിരുന്നില്ല. ഇപ്പോഴുള്ള സുശീലയുടെ ഭീതി തീർത്തയിൽ അമ്പരപ്പുണ്ടാക്കി. പോലീസുകാരൻ പുച്ഛത്തോടെ അവളുടെ നേരെ തിരിഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഇവർ കുറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തത്. അല്ല സാർ, ദീദി നിരപരാധിയാണ്. ആ കുറ്റം ചെയ്തത് ഞാനാണ്. എൻ്റെ ഭർത്താവിൻ്റെ പ്രേരണയാലാണ് ആ മഹാപാപം ഞാൻ ചെയ്തു പോയത്. എവിടെ വേണമെങ്കിലും ഞാനത് പറഞ്ഞോളാം. അങ്ങനെയെങ്കിലും ഈ പാവത്തിനെ വെറുതെ വിട്ടുകൂടെ? എന്തിന്? പോലീസുകാരൻ ദേഷ്യത്തോടെ ചോദിച്ചു. അധികാരിയുടെ തോട്ടത്തിലെ പണിക്കാരനാണ് എൻ്റെ ഭർത്താവ്. അവർ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിച്ചത്. ദീദിക്ക് ഇതൊന്നും അറിയില്ല. ഞാനല്ലേ തെറ്റുകാരി. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. സുശീല വിതുമ്പാൻ തുടങ്ങി. പോലീസുകാരൻ ധർമ്മസങ്കടത്തോടെ സുശീലയെ ഒന്ന് നോക്കി. തീർത്തയെയും സുശീലയെയും കൊണ്ട് പോലീസ് ജീപ്പ് നഗരത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. അജിത് ശർമ്മയായിരുന്നു സ്റ്റേഷനിലെ ഇൻചാർജ്. ചേതൻ ഫോൺ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ജഗൻ ഒരു വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ കാത്തിരുന്നു. തീർത്തയെയും സുശീലയെയും സ്റ്റേഷനിൽ ഹാജരാക്കി. നടന്ന കാര്യങ്ങളെല്ലാം സുശീല പോലീസിനോട് പറഞ്ഞു കേൾപ്പിച്ചു. അജിത്തിന് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും കേൾക്കെയാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരൂപിൻ്റെ പേരിലുള്ള കേസാണ്. അയാൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുക അസാധ്യമാണ്. അരൂപിനേക്കാൾ അപകടകാരിയാണ് മകൻ ഹർഷൻ. ഇരുകൂട്ടരെയും എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് വിട്ടേ പറ്റൂ. അജിത്ത് വക്കീലിനോട് സംസാരിച്ച് ഇരുകൂട്ടരെയും വിട്ടയച്ചതായി അറിയിച്ചു. എന്നാൽ തീർത്ത കേസുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. ജഗൻ തീർത്തയുടെ തീരുമാനത്തെ എതിർത്തു. നിരഞ്ജനും ജയദീപിനും ജഗന്റെ അതേ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. കൗസല്യാദേവിയുടെ കണ്ണീരിന് മുമ്പിൽ അവസാനം തീർത്ത കീഴടങ്ങി. ജീവിതത്തിൽ ഒന്നും അമ്മ ആവശ്യപ്പെട്ടിട്ടില്ല. ആഗ്രഹിച്ചതൊന്നും തിരികെ നൽകാനും തനിക്കായില്ല. ഈ ഒരു തവണ അമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. ചേതൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. പല്ലവിയുടെ പ്രസവം അടുത്തെത്താറായിരിക്കുന്നു. അതിനിടയിൽ നഗരത്തിൽ വന്ന് കേസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുക എന്നത് ദുഷ്കരം പിടിച്ച ഒരു പ്രവൃത്തി തന്നെയാണ്. തീർത്തയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു എങ്കിലും അവരുടെ പലഹാരങ്ങൾക്ക് നഗരത്തിൽ ആവശ്യക്കാർ കുറഞ്ഞു വന്നു. നേരത്തെ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന പലഹാര പൊതികളിൽ പൂപ്പൽ പടർന്നിരുന്നു. ഒരു തരത്തിലും പലഹാര നിർമ്മാണ യൂണിറ്റുമായി മുൻപോട്ട് പോവുക അസാധ്യമായതിനെ തുടർന്ന് കുറച്ചു കാലത്തേക്ക് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് ഗ്രാമത്തിലുള്ള സ്ത്രീകളെ തീർത്ത സരസ്വതി അറിയിച്ചു. അരൂപ് ഉൾപ്പെടെ അധികാരി വർഗങ്ങൾക്ക് അതൊരു സന്തോഷ വാർത്തയായിരുന്നു. തീർത്തയുടെ വളർച്ച അവർ ഭയത്തോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. ബൻസാലി കുടുംബത്തെ തങ്ങളുടെ അഭയകേന്ദ്രമായാണ് ഗ്രാമീണർ ഇപ്പോൾ കരുതിപ്പോകുന്നത്. ആ ഒരു പ്രവൃത്തിയെ അനുവദിച്ചുകൂടാ. അധികാരികൾ മേലാള വർഗങ്ങളാണ്. അവരാവണം ഗ്രാമത്തിൻ്റെ ചുമതലക്കാർ. പാരമ്പര്യമായി മഹാരാജാവ് നൽകിയ അധികാരമാണ്. നാളിതുവരെയും അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എന്നാൽ തങ്ങൾക്കെല്ലാം ഭീഷണിയായി വളർന്നു വരുന്നത് ബൻസാലെ കുടുംബക്കാർ മാത്രമാണ്. അവരെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ രത്തം പോലുള്ള തങ്ങളുടെ അധികാരവും പ്രൗഢിയും തിരിച്ചു പിടിക്കാമെന്ന് അധികാരികൾ കണക്കുകൂട്ടി. കൂറ്റൻ കഴുകന്മാർക്കായി അന്നു മുതൽ അവർ തിരച്ചിൽ തുടങ്ങി. പല്ലവിക്ക് പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു. അവളുടെ അരികിൽ പ്രാർത്ഥനയുമായി കൗസല്യയും തീർത്തയും ഇരുന്നു. ഓരോ നിമിഷം കഴിയും തോറും അവളുടെ നിലവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. കൗസല്യാദേവി അവളുടെ ഉദരത്തിൽ മെല്ലെ തിരുമ്മി സഹായത്തിന് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരവസ്ഥയിൽ തനിക്കും ഒരു സഹായം ആയിരുന്നു എന്ന് കൗസല്യ മനസ്സിൽ ചിന്തിച്ചു. തീർത്തയുടെ ജനനസമയത്ത് പ്രിയപ്പെട്ടവരെല്ലാം കൂടെയുണ്ടിരുന്നതിനാൽ വേദനയുടെ ആധിക്യം തന്നെയെന്ന് ബാധിച്ചിരുന്നില്ല. പല്ലവിയുടെ അസഹനീയമായ വേദന ശമിപ്പിക്കുവാൻ തക്കതായി ഒന്നും തന്നെ തനിക്കറിയില്ല. വയറ്റാടികൾ പ്രസവം എടുക്കുന്നതിലെ സൂക്ഷ്മതയോ അറിവോ തന്നെ പോലൊരു സ്ത്രീക്ക് മരീചിക മാത്രമാണ്. തീർത്തയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എങ്കിലും അവളുടെ ആത്മവിശ്വാസം കൗസല്യയ്ക്ക് ശക്തി പകർന്നു. സൃഷ്ടിയുടെ വേദനയിൽ പല്ലവി ദീർഘമായി നിലവിളിച്ചു. ഏറെ നേരത്തിന് ശേഷം കുഞ്ഞ് പുറത്തു വന്നു. കൗസല്യാദേവി വേഗം കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി മാറ്റിയതിനു ശേഷം പല്ലവിയുടെ അരികിലായി അവനെ കിടത്തി. പല്ലവിയുടെ ഹൃദയം തളിർത്തു. താൻ ഒരു അമ്മയായിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളെല്ലാം അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പല്ലവി അവൻ്റെ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ഗൗതമനെ അപ്പോൾ തന്നെ തീർത്ത വിവരം അറിയിച്ചു. അവനും വളരെയേറെ സന്തോഷം തോന്നി. തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കൂടി ആരംഭിച്ചിരിക്കുന്നു. പുതിയ ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും നഗരത്തിലെ ജീവിത ചെലവുമായി അവ പൊരുത്തപ്പെടാതെ നിൽക്കുന്നത് ഗൗതമനെ വിഷമത്തിലാക്കി. പല്ലവിയെയും കുഞ്ഞിനെയും ഗ്രാമത്തിൽ നിന്നും എത്രയും വേഗം പട്ടണത്തിലെ തൻ്റെ പുതിയ വാടക വീട്ടിലെത്തിക്കണം.
രത്തംപൂറിൻ്റെ ഭ്രാന്തമായ അനാചാരങ്ങളിൽ തൻ്റെ മകൻ അകപ്പെടാൻ പാടില്ല. ചങ്ങലകളില്ലാത്ത ലോകത്തിലേക്ക് തൻ്റെ കുടുംബത്തെ നയിക്കാൻ ഗൗതം തൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കി. പല്ലവിയുടെ കുഞ്ഞ് ബൻസാലെ കുടുംബത്തിലെ എല്ലാ നിരാശകളെയും അകറ്റി. അവൻ്റെ ചിരിയിൽ കൗസല്യാദേവി തൻ്റെ എല്ലാ ദുഃഖവും മറന്നു. അവർ അവനെ ദീന എന്ന് വിളിച്ചു. ദീന എന്ന് വിളിക്കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തൻ്റെ വിടർന്ന കണ്ണുകളാൽ അവൻ എല്ലാവരെയും നോക്കും. തീർത്ഥയുടെ മനസ്സിൽ അപ്പോൾ സന്തോഷത്തേക്കാൾ അധികം സങ്കടങ്ങളായിരുന്നു. ദീനയുടെ കുഞ്ഞുമുഖവും പല്ലവിയുടെ നീർപ്പൊടിയുന്ന കണ്ണുകളും തീർത്ഥയുടെ ഉറക്കം കെടുത്തി. ഗൗതമിൻ്റെ സാഹചര്യങ്ങൾ അവൻ വ്യക്തമാക്കി എങ്കിലും അവരെ അധികകാലം പിടിച്ചു നിർത്തുക അസാധ്യമാണ്. ഓരോ ദിവസവും കഴിയുന്തോറും എതിരാളികൾ കൂടി വരികയാണ്. മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന നിഗമനത്തിൽ അവൾ എത്തിച്ചേർന്നിരുന്നു. അനിതയ്ക്ക് പനി കലശലായി തീർന്നിരിക്കുന്നു. അവൾ തീർത്ഥയെ കാണുവാനുള്ള ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു. തീർത്ഥ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പട്ടണത്തിലെത്തി. ജഗന്റെ ആത്മവിശ്വാസം തകർന്നു. അനിതയുടെ ബ്ലഡ് കൗണ്ട് വളരെ കുറഞ്ഞിരിക്കുന്നുവെന്നാണ് പരിശോധനാ ഫലം. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓടിവരാനോ സമാധാനിപ്പിക്കാനോ കൂട്ടിരിക്കുവാനോ ആരുമില്ല. ജഗനും അനിതയും വളർന്നത് ഒരേ ഓർഫനേജിനായിരുന്നു. പഠനവും ഒരേ കോളേജിൽ തന്നെ. ചേതനായിരുന്നു ഇരുവരെയും ഒന്നിപ്പിച്ചത്. അന്നു മുതൽ എല്ലാ കാര്യത്തിലും പിന്തുണയും ശക്തിയും അനിതയായിരുന്നു. ചെറിയ കാര്യത്തിൽ പോലും തളരുന്ന പ്രകൃതമായിരുന്നു തൻ്റേത്. പക്ഷേ അനിതയ്ക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനായിരുന്നു അവൾക്കിഷ്ടം. കുട്ടികളെ ജീവനായിരുന്നിട്ടും കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം ഒരിക്കലും അവൾ പുറത്തു കാണിച്ചിട്ടില്ല. തീർത്ഥയായിരുന്നു അവൾക്കെല്ലാം. പഠനകാലത്ത് തീർത്ഥ പഠനത്തിലായിരിക്കുമ്പോൾ ജോലി തിരക്കിനിടയിലും അവളുടെ കാര്യങ്ങൾ നോക്കുവാനായി അനിത വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. കുഞ്ഞു തീർത്ഥയെ നെഞ്ചോട് ചേർത്തിറക്കുമ്പോൾ അവളിൽ നിറയാറുള്ള മാതൃവാത്സല്യം ജഗനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. തീർത്ഥ ജഗന്റെ അരികിലിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും അടർന്ന മെഴുനീര് അവൾ തുടച്ചു മാറ്റി. വിഷമിക്കാതെങ്കിൽ അനിത എനിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. എനിക്കറിയാം മോളെ, അവളിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. എനിക്കിനി അങ്ങനെയൊരു പ്രതീക്ഷയില്ല. തീർത്ഥ ഒന്നും പറയാനാവാതെ ജഗനെ നോക്കിയിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഈ ഇഴയെടുപ്പം തന്നോളം അത് അനുഭവിച്ചറിഞ്ഞവരില്ല. അടുത്ത ദിവസം അനിതയെ ICUവിലേക്ക് മാറ്റി. തീർത്ഥയെ കാണുവാനുള്ള ആഗ്രഹം അവർ അറിയിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് മാത്രം അവിടേക്ക് പ്രവേശനം ലഭിച്ചു. തീർത്ഥയെ കണ്ടപ്പോൾ അനിതയുടെ കണ്ണുകൾ വിടർന്നു. അവർ എന്തോ പറയുവാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. തീർത്ഥ തൻ്റെ കൈകൾ ആ ശുഷ്കിച്ച കൈകളോടൊപ്പം ചേർത്തു. ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുട്ടിക്കാലത്തെ യാത്രകൾ എല്ലാം ആ കൈകളിൽ വിരൽ ചേർത്തായിരുന്നു. രണ്ട് അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ പുണ്യം ചേർന്നവൾ എന്ന് ബൻസൂരി പറയാറുണ്ടായിരുന്നു. അനാഥത്വത്തിൻ്റെ വഴികളിൽ സ്നേഹത്തിൻ്റെ തണൽ സ്പർശമില്ലാതെ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ അവളും കാലത്തിലേക്ക് മറഞ്ഞു പോയിരിക്കുന്നു. അനിതയ്ക്ക് ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി നേഴ്സ് പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്ക് അവരുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ചു. തീർത്ഥയുടെ കൈകളിലുള്ള അനിതയുടെ പിടി അയഞ്ഞു. ഡോക്ടർമാർ ICUവിലേക്ക് തിരക്കിട്ട് ഓടി വന്നു. നേഴ്സ് സഹതാപത്തോടെ തീർത്ഥയുമായി റൂമിന് പുറത്തേക്ക് വന്നു. മകളാണല്ലേ? തീർത്ഥ ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. അവർ തളർന്ന് ജഗനോടൊപ്പം ഇരുന്നു. ജഗന്റെ നിലവിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. തീർത്ഥ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കി. അനിതയും ശൂന്യമായിരിക്കുന്നു. മരണം ഒരു അനിവാര്യതയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരുടെ മരണം അതൊരു ഭീതിദായമായ മാനസികാവസ്ഥ തന്നെയാണ്. കാലം ഉണക്കാത്ത ഒരു മുറിവും ഭൂമിയിലില്ല എന്ന് പറയുന്നതിനോട് തീർത്ഥയ്ക്ക് യോജിപ്പില്ല. ആഴമുള്ള മുറിവുകൾ ഉണങ്ങാതെ തന്നെ നിൽക്കും. അത് സ്നേഹത്തിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾക്ക് അനുസരിച്ചാവുമെന്ന് മാത്രം. ജഗനെ സമാധാനിപ്പിച്ചു നിർത്താൻ തീർത്ഥ ഒരുപാട് ശ്രമപ്പെട്ടു. ചേതന പട്ടണത്തിൽ എത്തിച്ചേരണം എന്നുണ്ടായിരുന്നെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അയാളെ അതിന് അനുവദിച്ചില്ല. തീർത്ഥയും ആകെ തളർന്നിരുന്നു. ജയദീപിൻ്റെയും നിരഞ്ജൻ്റെയും സാമീപ്യവും ആ സമയത്ത് അവൾക്ക് ഒരു ആശ്വാസമായിരുന്നു. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ വളരെ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റി. ജഗനെ തനിച്ചാക്കി ഗ്രാമത്തിലേക്ക് മടങ്ങാൻ ആദ്യമൊന്നും തീർത്ഥ കൂട്ടാക്കിയില്ല. എന്നാൽ ജഗൻ തന്നെ നിർബന്ധിച്ചപ്പോൾ അവൾ ഗ്രാമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. നിരഞ്ജൻ തൻ്റെ ലോഡ്ജിൽ നിന്നും വന്ന് ജഗനൊപ്പം താമസിക്കാൻ സമ്മതിച്ചതോടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. കുഞ്ഞു ദീന ഇപ്പോൾ അസ്പഷ്ടമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. നിലത്ത് കിടന്ന് നീന്താനും കളിക്കാനും അവൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാദവുമായാണ് അവൻ്റെ ചങ്ങാത്തം. പല്ലവിക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തുവാൻ കൗസല്യാദേവി ഒരുക്കമായിരുന്നില്ല. അവർ അവൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള പച്ചില മരുന്ന് നൽകി. പല്ലവിയുടെ ആരോഗ്യകാര്യത്തിൽ കൗസല്യാദേവി വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. തീർത്ഥയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാതിരുന്ന എല്ലാ കാര്യങ്ങളും പല്ലവിക്ക് അവർ ചെയ്തു കൊടുത്തു. മകനെയും പല്ലവിയെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ഗൗതം എത്തുന്നു എന്ന വാർത്ത തീർത്ഥയ്ക്ക് ഒരാശ്വാസമായിരുന്നു. എന്നാൽ പല്ലവിക്ക് കൗസല്യാദേവിയുടെ വാത്സല്യത്തിൽ നിന്നും അകന്നു പോകേണ്ടി വരുന്നതിൽ ദുഃഖം തോന്നി. അച്ഛനെ കണ്ട് യാത്ര പറയണമെന്ന ആഗ്രഹം കൗസല്യാദേവിയോട് പല്ലവി ആദ്യം പറഞ്ഞത്.
തീർത്ത അതിനെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. അങ്ങനെ രാത്രിയുടെ മറവിൽ നാഥുവിനൊപ്പം പല്ലവി തൻ്റെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് സോമത്ത് പുറത്തു വന്നു. ഇരുളിൻ്റെ മങ്ങലിലും അയാൾ അവളെ തിരിച്ചറിഞ്ഞു. മരിച്ചുപോയെന്ന് കരുതിയിരുന്ന മകളാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. സോമന്ത് ആഹ്ലാദത്തോടെ മകളെ വാരിപ്പുണർന്നു. നടന്ന സംഭവങ്ങൾ സോമന്തിനെ അറിയിച്ചപ്പോൾ ഭയത്തോടെ അയാൾ പല്ലവിയെ നോക്കി. ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ വലിയ അപകടമാണ് മോളെ. കൊല്ലാൻ പോലും മടിക്കില്ല അവർ. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗൗതം സാബ് എന്നെയും മകനെയും കൂട്ടിക്കൊണ്ടു പോകാനായി അടുത്ത് തന്നെ എത്തും. സോമന്ത് ഭയത്തോടെ പതിയെ പറഞ്ഞു. കൗശിക്കിന് ഈ കാര്യത്തെക്കുറിച്ച് എന്തോ സൂചന ലഭിച്ചിട്ടുണ്ട്. അവനെ സൂക്ഷിക്കണേ മോളെ. അധികാരിയുടെ വലം കയ്യ. എങ്കിലും ഈ അവസ്ഥയിൽ നീ ഇവിടെ വരാനേ പാടില്ലായിരുന്നു കുട്ടി. പല്ലവിക്ക് കരച്ചിലടക്കുവാനായില്ല. ഒരു മകൾ എന്ന നിലയ്ക്ക് താനൊരു പരാജയമാണെന്ന് അവൾക്ക് തോന്നി. അച്ഛന് കിട്ടുന്ന തുച്ഛമായ കൂലിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. ആ വൃദ്ധശരീരം ദുർബലമാണ്. അച്ഛനെ അന്ന് സഹായിക്കുവാൻ താനുണ്ടായിരുന്നു. തൻ്റെ യാത്രയ്ക്കപ്പുറം അദ്ദേഹത്തെ ആര് സംരക്ഷിക്കും? ഒരു നിമിഷത്തെ സ്വാർത്ഥതയായിരുന്നു തന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. പല്ലവിയിൽ കുറ്റബോധം നിറഞ്ഞു. അച്ഛനോട് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോൾ നേരം പുലരാറായിരുന്നു. അവൾ നാഥുവിനൊപ്പം വേഗം നടന്നു. എന്നാൽ എല്ലാത്തിനും ദൃക്സാക്ഷിയായി കൗശികിൻ്റെ കഴുകും കണ്ണുകൾ ആ വീടിനു ചുറ്റും വട്ടം വിട്ടിരുന്നതായി ആരും അറിഞ്ഞതേയില്ല. കൗശിക് അധികാരിയുടെ കാവൽക്കാരെ വിവരം അറിയിച്ചു. അവർ ബൻസാലെ ബംഗ്ലാവിലേക്കുള്ള ഇടവഴിയിൽ കാവലിരുന്നു. നാഥുവും പല്ലവിയും നടത്തത്തിന് വേഗം കൂട്ടി. ബൻസാലെ ബംഗ്ലാവിനടുത്തുള്ള കടുകുപാടത്തിനടുത്ത് എത്തിയപ്പോൾ നാഥു തൻ്റെ നടത്തം അവസാനിപ്പിച്ചു. എല്ലാ ദിവസവും ആ സമയം അവൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങാറുണ്ട്. അച്ഛൻ്റെ ആവശ്യത കാരണം എല്ലാ കാര്യങ്ങളുടെയും ചുമതലക്കാരൻ നാഥുവാണ്. പല്ലവിക്കും അത് അറിവുള്ള കാര്യമായിരുന്നു. ഇരുട്ടിൻ്റെ മറ നീങ്ങിയിരുന്നു. 3-4 ചുവടുകൾക്കപ്പുറത്താണ് ബൻസാലെ ബംഗ്ലാവ്. നാഥുവിൻ്റെ കൂട്ടിന് ആവശ്യമില്ല. രാവിലെ തന്നെ പണിക്കാരെത്തും. അതിനു മുമ്പ് അവന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പല്ലവി വീട്ടിലേക്ക് വേഗം നടന്നു. ഇടവഴിയിൽ വെച്ച് തന്നെ ആരോ പിന്തുടരുന്നുണ്ടോ എന്ന ഭയം അവളെ ബാധിച്ചു. കൗശിക്കും കാവൽക്കാരും പല്ലവിയെ ചുറ്റും നിരന്നു. ഗ്രാമത്തിലുള്ളവരെല്ലാം അന്ന് നേരത്തെ ഉണർന്നു. എല്ലാവരും പല്ലവിയെ കാണുവാൻ തിരക്കുകൂട്ടി. വാർത്തയറിഞ്ഞ് തീർത്തയും അവിടേക്ക് ഓടിയെത്തി. കൗസല്യ ദേവി ഭയത്തോടെ ദീനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉള്ളറയിലെ മുറികളിൽ ഒന്നിൽ പതുങ്ങി. തീർത്തയാണ് അമ്മയോട് അപ്രകാരം പറഞ്ഞത്. ചിലപ്പോൾ ദീനുവിനെ പോലും കൊല്ലുവാൻ അവർ മടിച്ചുവെന്ന് വരില്ല. തീർത്ത എത്തുമ്പോഴേക്കും വിചാരണ ആരംഭിച്ചിരുന്നു. അധികാരികളുടെ ചോദ്യമുനയിൽ പുളയുകയായിരുന്നു പല്ലവി അപ്പോൾ. അധികാരികൾ ക്ഷുഭിതരാണ്. ഗ്രാമത്തിലെ ഒരു പ്രമുഖനായ അധികാരിയുടെ ഏക മകനാണ് ഗൗതം. അവൻ സ്നേഹിച്ചതാവട്ടെ ഒരു അടിയാളത്തി പെൺകുട്ടിയെയും. ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും തുണികൾ അലക്കുന്നവൾ. അതൊരു പാപമാണ്. ഗ്രാമീണർ പരസ്പരം അടക്കം പറഞ്ഞു. പല്ലവിയുടെ അഹങ്കാരമായാണ് അവർ അതിനെ കരുതിയത്. സമമുള്ളവർ മാത്രമേ ചേരാവൂ. അല്ലാത്ത പക്ഷം വലിയ അപകടങ്ങളാവും അവരെ കാത്തിരിക്കേണ്ടി വരുന്നത്. ഗൗതം ഒരു മേലാളനായതിനാൽ ശിക്ഷ അവന് ബാധകമല്ല. അടിയാളത്തി പെണ്ണിൻ്റെ അത്യാഗ്രഹത്തിന് അധികാരികൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. മരണത്തിൽ കുറഞ്ഞതൊന്നും അവൾ അർഹിക്കുന്നില്ല. ഇനി ഗ്രാമത്തിൽ ഒരു പെണ്ണും ഇപ്രകാരം ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. അതിനുള്ള പരിഹാരം പല്ലവിയുടെ മരണം തന്നെയാണ്. തീർത്ഥയുടെ ഹൃദയം കത്തുകയായിരുന്നു. ഗൗതം പല്ലവിയെ ഏൽപ്പിച്ചത് തൻ്റെ കൈകളിലാണ്. ഈ അധർമ്മത്തെ ഒരിക്കലും താൻ അംഗീകരിക്കുകയില്ല. തീർത്ത ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പ്രയാസപ്പെട്ട് അധികാരികൾക്കിടയിലേക്ക് വന്നു. ഇവളെ കൊല്ലാൻ നിങ്ങൾക്കെന്താ അധികാരം? അത് നിന്നെ ബോധ്യപ്പെടുത്തണോ? തൽക്കാലം അക്കാര്യമൊന്നും ഓർത്തോ, നീ തല പുകയ്ക്കേണ്ട. ഹർഷൻ കുപിതനായി തീർത്ഥയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ നിയമവും നീതിയും ഒക്കെ ഉണ്ട്. പഴഞ്ചൻ മൂല്യങ്ങളെ മുറുകെ പിടിച്ചു നടക്കുന്ന നിങ്ങൾക്കൊക്കെ എന്തറിയാം? അല്ലെങ്കിൽ തന്നെ ഇവളുടെ ജീവനെടുക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? അധികാരികൾ ഉറക്കെ ചിരിച്ചു. അവരുടെ ചിരിക്ക് താളം പകർന്നുകൊണ്ട് ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ചിരിച്ചു. തീർത്ഥയ്ക്ക് തന്നോട് തന്നെ അവജ്ഞ തോന്നി. ഈ അവസ്ഥയിൽ തന്നോടൊപ്പം നിൽക്കേണ്ടവരായിരുന്നിട്ടും അവർ കാണിച്ച നന്ദികേട് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. കൂട്ടത്തിൽ തലമുതിർന്ന രുക്മിണി തീർത്ഥയോട് അടക്കം പറഞ്ഞു. മോളെ, ഇത് ഈ ഗ്രാമത്തിൻ്റെ സമ്പ്രദായമാണ്. എനിക്കിപ്പോൾ വയസ്സ് 78 ആകുന്നു. എൻ്റെ കുട്ടിക്കാലത്തും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്തത് തെറ്റ് തന്നെ. അവളും ഒരു പെണ്ണാണ്. ഒരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇന്ന് നിങ്ങളിവിടെ ശിക്ഷിക്കുകയാണെങ്കിൽ നാളെ ഈ പ്രവൃത്തിയെക്കുറിച്ചോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഹർഷൻ തൻ്റെ ജോലിക്കാരോട് പല്ലവിയെ കെട്ടിയിടുവാൻ ആജ്ഞാപിച്ചു. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല, തീർത്ഥ ഉറക്കെ പറഞ്ഞു. ആർക്കു വേണം നിന്റെ സമ്മതം? ഇന്ന് ഈ ഗ്രാമം മുഴുവനും ഞങ്ങളോടൊപ്പമുണ്ട്. നോക്കി നിൽക്കാതെ ഒഴിക്കട പെട്രോള്. പല്ലവിയുടെ ശരീരത്തിലേക്ക് 4 വശത്തു നിന്നും അധികാരിയുടെ ജോലിക്കാർ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞു. പല്ലവിയുടെ ദീനരോധന ഗ്രാമത്തിലെങ്ങും മുഴങ്ങി. തീർത്ത ആ തീക്കുണ്ടത്തിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചെങ്കിലും ആരൊക്കെയോ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ടു പോന്നു. തീർത്ഥയ്ക്ക് ശരീരം വിറച്ചു. മനസ്സിൻ്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു. ഏത് തിന്മയ്ക്കെതിരെയാണോ താൻ പോരാടിയത്, ആ തിന്മ ഒരു ഭീകര ശബ്ദത്തെ പോലെ തന്നെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. തീർത്ഥ സരസ്വതി ശൂന്യമായ മനസ്സോടെ ലക്ഷ്യബോധമില്ലാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു.
ഇടറിപ്പോയ ചൂടുകളിൽ കുരുങ്ങി അവളുടെ ശരീരം. അവിടെ ബോധരഹിതമായി കിടന്നു. ബോധം തെളിയുമ്പോൾ തീർത്ത തൻ്റെ മുറിയിലായിരുന്നു. കാൽക്കൽ അമ്മ നിറക്കണ്ണുകളോടെ ഇരുന്നിരുന്നു. ദീന എവിടെ അമ്മേ? തീർത്തയിൽ നിന്നും ആദ്യമുണ്ടായത് ആ ചോദ്യമായിരുന്നു. അവൻ അച്ഛൻ്റെ അരികിലുണ്ട് മോളെ. തീർത്ത തളർച്ചയോടെ എണീറ്റു. കൗസല്യാദേവി അത് കണ്ട് വിലക്കി. വേണ്ട മോളെ, അവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങ്. നിനക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അവൾ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഞാൻ തോറ്റുപോയിരിക്കുന്നു. എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. ഞാനിനി ഗൗതമനോട് എന്തു പറയും? എന്തിനാണ് വിധി എന്നെ എപ്പോഴും ഇങ്ങനെ പരാജയപ്പെടുത്തുന്നത്? കൗസല്യാദേവി മകളുടെ മുഖം പിടിച്ചുയർത്തി. എൻ്റെ മകൾ സത്യത്തിൻ്റെ ദേവീ രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതാണ് കുട്ടി. പുരാണങ്ങളിൽ നീ വായിച്ചിട്ടില്ലേ? സ്ത്രീയുടെ ദുർഗാരൂപത്തെയും കാളീരൂപത്തെയും കുറിച്ച്. അതുപോലെ ഈ തിന്മകൾക്കെതിരെ ഒരിക്കൽ ദേവി പ്രത്യക്ഷപ്പെടും. ഈ അന്ധകാരത്തെയെല്ലാം ആ മഹാമായ ദൂരെ എറിഞ്ഞുടയ്ക്കും. തീർത്ത ചെവിപ്പൊത്തി പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. നിർത്തമ്മേ, ഇത് മനുഷ്യൻ്റെ ലോകമാണ്. അമ്മ പറയുന്ന ദേവി ഇപ്പോൾ എവിടെയാണുണ്ടാകുക? സ്വർണം പൊതിഞ്ഞ വിഗ്രഹങ്ങളിലോ, അതോ മനുഷ്യക്കുരുതിയിലെ രക്തം ഊറ്റിക്കുടിക്കാനെത്തുന്ന ക്ഷേത്രപുരകളിലോ എവിടെയാണുണ്ടാവുക? പറയൂ. തീർത്ഥയിലെ മാറ്റം കൗസല്യദേവിയെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ ഉറക്കെയുള്ള സംസാരം കേട്ടുകൊണ്ട് ചേതനും നാദുവും ജോലിക്കാരും അവിടേക്കെത്തി. തീർത്ത അപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. ചേതൻ തീർത്ഥയുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ ഇത്? തീർത്ത അച്ഛൻ്റെ മാറിലേക്ക് മുഖം അമർത്തിക്കറിഞ്ഞു. എവിടെയാണച്ചാ ഈ മഹാമായ എന്ന സത്യം? എൻ്റെ സഹോദരിമാർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തിന്? ഇന്ന് അവളും മനംനൊന്ത് വിളിച്ചില്ലേ? എവിടെയാണച്ചാ ഈ ദൈവങ്ങൾ? ഇല്ല, ഇവിടെയെല്ലാം പണമാണ്, അധികാരമാണ്. നമ്മളെല്ലാം വിഡ്ഢികളാണച്ചാ. ചേതന് ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായിരുന്നു. തീർത്ഥയുടെ ശ്രമങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയിരുന്നത് താനായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ ആളുകളുടെ മാറാത്ത ചിന്താഗതികളും ആവർത്തനങ്ങളും അയാളെ ആശങ്കപ്പെടുത്തി. തീർത്ഥയുടെ മനസ്സ് പലപ്പോഴും നിരാശയുടെ നിഴൽ പതിഞ്ഞ് സങ്കടങ്ങളായി പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നു. ഗൗതമിൻ്റെ ഫോൺ കോളുകൾ എടുക്കാൻ തന്നെ തീർത്ത ഭയപ്പെട്ടു. അവളിൽ എപ്പോഴും പല്ലവിയുടെ ദീനരോധനം മാത്രമാണ് ഉറഞ്ഞു നിന്നത്. എങ്കിലും ആ സത്യത്തെ ഗൗതം അംഗീകരിച്ചേ മതിയാവൂ. പക്ഷേ അപ്പോഴത്തെ അവൻ്റെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിച്ച് അവൾ അവനെ വിവരം ധരിപ്പിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. നിരഞ്ജനെ ആ ഉദ്യമം ഏൽപ്പിക്കാനുള്ള തീരുമാനം ജഗൻ്റേതായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം നിരഞ്ജൻ ദുഃഖത്തോടെ ആ വിവരം ഗൗതമിനെ അറിയിച്ചു. പല്ലവി ഇനിയും തന്നോടൊപ്പം ഇല്ല എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ ഗൗതം ആദ്യമൊന്നും തയ്യാറായില്ല. ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് അവൻ തെന്നിമാറുന്നത് നിരഞ്ജൻ തിരിച്ചറിഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഗൗതമിൻ്റെ മനസ്സ് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ദീനയ്ക്ക് ഇനിയും താൻ മാത്രമാണ് ആശ്രയം. അവനെ ആ കാട്ടാള ഭൂമിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അവനെയും തനിക്ക് നഷ്ടമാകും. ബെൻസാലെ കൊട്ടാരത്തിന് മുകളിൽ പറന്നുയരുന്ന പരുന്തുകളെ കണ്ട് കൗസല്യദേവി ഭയന്നു. ഒരാപത്ത് തങ്ങളെ കാത്തിരിക്കുന്നതായി അവർക്ക് തോന്നി. ഭയത്തിൻ്റെ ചൂടുനീരുറവകളിൽ ആശ്രയത്തിന് എന്നവണ്ണം അവർ ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. ചേതനും തീർത്ഥയ്ക്കും അതിലൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും കൗസല്യയുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു താൽക്കാലിക പരിഹാരം എന്നോണം അവരും പൂജയിൽ പങ്കെടുത്തു. എങ്കിലും കൗസല്യാദേവിയുടെ മനസ്സിലെ വിഭ്രാന്തികൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. പല്ലവിയുടെ മരണത്തിൻ്റെ ഭീതിയിൽ നിന്നും കൗസല്യാദേവി ഇതുവരെയും മോചിതരായിട്ടില്ല. തീനുവിൻ്റെ കൊഞ്ചലുകൾ ആസ്വദിക്കാൻ തന്നെ അവർ മറന്നുപോയിരിക്കുന്നു. നാദു അന്ന് നേരത്തെ തന്നെ പാടത്തു നിന്നും എത്തിയിരുന്നു. കൗസല്യയുടെ മുഖത്തെ നൊമ്പരം അവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി. എപ്പോഴും പ്രസന്നവതിയാണ് അമ്മ. ഏതൊരു കാര്യത്തിൻ്റെയും നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതിൽ അവർ സമർത്ഥയാണ്. എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ ഭയം മാത്രമാണുള്ളത്. രാത്രി ഏറെ വൈകിയാണ് തീർത്ത ഉറങ്ങിയത്. അന്തരീക്ഷത്തിൽ അപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യമാംസത്തിൻ്റെ ഗന്ധമാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. തീർത്ത അസ്വസ്ഥതയോടെ ദീനുവിനെ പുണർന്നുകൊണ്ട് കിടന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഗൗതമാണ്. തീർത്ത കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മട്ടുപ്പാവിലേക്ക് നടന്നു. ഗൗതമനോട് സംസാരിക്കുമ്പോഴെല്ലാം ഒരു കുറ്റബോധം തീർത്തയെ വല്ലാതെ ചൂഴ്ന്നിരുന്നു. നാളെ സന്ധ്യയോടെ ദീനുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അവനെത്തും. ദീനുവിൻ്റെ ജനനത്തെപ്പറ്റി ഗ്രാമത്തിലാർക്കും ഒരറിവുമില്ല. അതുകൊണ്ട് തന്നെ അവനെ ഗൗതമനൊപ്പം അയക്കുന്ന സമയം വരെയും ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. തീർത്ത വീണ്ടും കിടക്കയിൽ വന്നിരുന്നു. കുഞ്ഞു ദീനു ഉറങ്ങുന്നത് നോക്കി അവളിരുന്നു. അവൻ്റെ മുഖത്തെ ഓമനത്തമുള്ള ചിരിയും കൊഞ്ചലുകളും ഇനി വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണെന്ന് സത്യം തീർത്തയെ സങ്കടത്തിലാഴ്ത്തി. ദീനുവിനെ ഗൗതമിനെ ഏൽപ്പിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞത് ചേതനോട് തന്നെയാണ്. അയാൾക്കതിൽ വിഷമമുണ്ടായിരുന്നു. എങ്കിലും ആ കുഞ്ഞിനെ ഗ്രാമത്തിലെ കഴുകന്മാർക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നതിലും നല്ലത് സുരക്ഷിതമായി അവൻ തൻ്റെ അച്ഛനൊപ്പം പട്ടണത്തിൽ താമസിക്കുന്നത് തന്നെയാണ്. കൗസല്യാദേവി ആ ദിവസം വല്ലാതെ തളർന്നിരുന്നു. ആദ്യം പല്ലവിയുടെ മരണം, ഇപ്പോഴിതാ പ്രാണനെ പോലെ കൊണ്ടു നടന്ന പേരക്കുട്ടിയുടെ അടർത്തി മാറ്റൽ. കുഞ്ഞു ദീനയ്ക്ക് പ്രിയം മുത്തശ്ശിയോടാണ്. അവൻ്റെ കൊഞ്ചലും ചിരിയും മാത്രമായിരുന്നു ബെൻസാലെ ബംഗ്ലാവിൻ്റെ സന്തോഷങ്ങൾ.
എന്നാൽ ഇപ്പോൾ എല്ലാം മാറിപ്പോയിരിക്കുന്നു. നാഥുവിന് ദുഃഖമുണ്ടായിരുന്നു. എങ്കിലും അവൻ കൗസല്യദേവിയെ സമാധാനിപ്പിച്ചു. ഇനിയും അധികനാൾ നമുക്ക് അവനെ ഇവിടെ നിർത്താൻ കഴിയില്ലമ്മേ. ഒരിക്കൽ അവൻ്റെ അമ്മയ്ക്കുണ്ടായ വിധി നമ്മുടെ കുഞ്ഞിന് ഉണ്ടാവാതിരിക്കാനല്ലേ ദീദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ദീനയുടെ സന്തോഷമല്ലേ എല്ലാത്തിലും വലുത്. കൗസല്യദേവിയും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഗൗതം ഗ്രാമത്തിലെത്തി. ആരുടെയും കണ്ണിൽപ്പെടാതെ ഗ്രാമത്തിൻ്റെ പ്രധാന കവാടത്തിന് അടുത്തുള്ള പഴയ തകര ഷെഡിൽ അവൻ മറഞ്ഞിരുന്നു. രത്തംബോറിനോടിപ്പോൾ പക മാത്രമാണുള്ളത്. തൻ്റെ സ്വപ്നങ്ങളെ വിഴുങ്ങിയ തീക്കുണ്ടമാണ് ഈ ഗ്രാമം. പല്ലവിയെ നഷ്ടമായ വേദന മായ്ക്കാൻ കാലത്തിനൊരിക്കലും ആവില്ല. എന്നും പണവും അധികാരവും ഭരിക്കപ്പെടുമ്പോൾ അതിന് ചുവട്ടിൽ പുഴുവിനെ പോലെ ഞെരിഞ്ഞു കിടക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മന്ദത വ്യാപിച്ചിരിക്കുന്നു. ഭയം ഒരു നീരാളിയെപ്പോലെ ആ ഗ്രാമത്തെ വിഴുങ്ങുന്നത് ഗൗതം കണ്ടു. സത്യം പറഞ്ഞ നാക്കുകൾ മുറിച്ചുമാറ്റി ഗ്രാമവൃക്ഷങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഭാവനയിൽ കണ്ട് അവൻ പുച്ഛിച്ച് ചിരിച്ചു. തീർത്ത കൊച്ചുതേനുവിനെ കമ്പിളിക്കുള്ളിൽ പുതപ്പിച്ച് മാറോട് ചേർത്തു. കൗസല്യദേവിയോട് വിവരം പറയുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിച്ചെന്നു വരില്ല. എങ്കിലും ദീനയ്ക്ക് പോകാതിരിക്കാനാവില്ല. അവൻ്റെ അമ്മയെ കത്തിയരിച്ച ഗ്രാമമാണിത്. കുടിലതകളുടെ വിഹാര കേന്ദ്രത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അവനുണ്ടായിക്കൂടാ. കാളത്തം കൂടിയിരിക്കുന്ന മനസ്സുമായി ആരും അവൻ്റെ അരികിലേക്ക് വരാതിരിക്കട്ടെ. തീർത്ത കുഞ്ഞു ദീനയുടെ നെറുകയിൽ ചുംബിച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തീർത്ത കുഞ്ഞിനെയും കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു. കൗസല്യദേവി അവൻ്റെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി തീർത്തയെ ഏൽപ്പിച്ചു. കൊച്ചു ദീനുവിൻ്റെ മുഖത്ത് അവർ പലവട്ടം ചുംബിച്ചു. തീർത്ത ഗേറ്റിൽ നിന്നും മറയുന്നതുവരെ കൗസല്യദേവി പൂമുഖത്ത് തന്നെ നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കൗസല്യ സങ്കടത്തോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ഇന്ന് പതിവിലും കൂടുതൽ ഇരുട്ട് പരന്നിരുന്നു. കുഞ്ഞിൻ്റെ സുരക്ഷയിൽ ഭയമുണ്ടായിരുന്നതിനാൽ തീർത്ത കയ്യിൽ വെളിച്ചം കരുതിയിരുന്നില്ല. നടക്കുന്നതിനിടയിൽ പലതവണ അവളുടെ കാലുകൾ തട്ടി വീണിരുന്നു. എങ്കിലും അവൾ നടത്തത്തിന് വേഗത കൂട്ടി. അരൂപിൻ്റെ കാവൽക്കാർ രാത്രികാലങ്ങളിൽ ഗ്രാമത്തിൽ ഇപ്പോൾ കറങ്ങി നടക്കാറുണ്ട്. തീർത്ത ഇടയ്ക്ക് വെച്ച് നടത്തം നിർത്തി. കുറച്ചകലെ ഒരു വണ്ടിയുടെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. അവൾ വേഗം അടുത്തു കണ്ട കുറ്റിക്കാടിന് മറവിൽ ഒളിച്ചു. ആദ്യം പോയ വണ്ടിയെ അനുഗമിച്ചുകൊണ്ട് 2 വണ്ടികൾ കൂടെ ആ വഴി വേഗത്തിൽ കടന്നുപോയി. അതിലൊന്ന് അധികാരിയുടെ ജീപ്പാണെന്ന് തീർത്ത തിരിച്ചറിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഒരാപത്തിൻ്റെ സൂചന അവളുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. നേരെയുള്ള വഴികളിൽ പലയിടത്തും അധികാരിയുടെ കാവൽക്കാർ നിൽക്കുന്നുണ്ടായിരുന്നതിനാൽ തീർത്ത കുറുക്കു വഴികളിലൂടെ നടന്ന് ഗൗതമിൻ്റെ അരികിലെത്തി. തീർത്തയുടെ കൈകളിൽ നിന്നും കുഞ്ഞു ദീനയെ തിരികെ വാങ്ങി അവൻ്റെ കവിളുകളിൽ മതിവരാതെ അയാൾ ഉമ്മവച്ചു. ആ കാഴ്ച കണ്ട് തീർത്തയുടെ കണ്ണുകൾ നിറഞ്ഞു. ദീനയുടെ ബാഗ് ഗൗതമിനെ അവളെ ഏൽപ്പിച്ചു. അതിലെ ഓരോ കളിപ്പാട്ടങ്ങൾക്കും ഓരോ ഓർമ്മകളാണുള്ളത്. ഒരിക്കൽ ആ സ്നേഹത്തിൻ്റെ കഥകൾ അച്ഛൻ അവനെ പറഞ്ഞു കേൾപ്പിക്കും. അവൻ്റെ തിരിച്ചുപോക്കിന് ശേഷവും ആ ഓർമ്മകളിലാണ് ഇനി ബൻസാലെ ബംഗ്ലാവിൻ്റെ ജീവൻ ജ്വലിക്കുക. ഗൗതം തീർത്തയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ്റെ കണ്ണിലും നീർ പൊടിയുന്നുണ്ടായിരുന്നു. നിന്നോടുള്ള കടപ്പാട് ഈ ജന്മം എനിക്ക് തീരില്ല. എൻ്റെ മകന് നിന്റെ കുടുംബം നൽകിയ സ്നേഹത്തിനും കരുതലിനും പകരം എന്താണ് തീർത്ത ഞാൻ നിനക്ക് തിരിച്ചു നൽകേണ്ടത്? തീർത്തയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇതെൻ്റെ കടമയല്ലേ ഗൗതം. രക്തബന്ധത്താൽ കോർക്കപ്പെട്ടവർക്ക് മാത്രമല്ല, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട സൗഹൃദങ്ങൾക്കും ഒരു വലിയ നേരുണ്ട്. ആ നേരിൻ്റെ തണലിൽ നീ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനായിരുന്നില്ലേ? ഒരു നന്ദി വാക്കിൽ നീ എൻ്റെ സ്നേഹത്തെ എന്തിനാണ് വെറുതെ അളക്കുന്നത്? ഗൗതം മറുപടി പറയാതെ തീർത്തയെ നോക്കി. അവളുടെ കണ്ണുകൾ കുഞ്ഞു ദീനയുടെ മുഖത്തായിരുന്നു. ഗൗതം, നീ ഇനി ഒരിക്കലും ഇവിടേക്ക് വരരുത്. അതെന്ത് സാഹചര്യമായാൽ പോലും നമ്മുടെ ദീനുവിൻ്റെ ഓർമ്മകളിൽ ഈ ഗ്രാമത്തിൻ്റെ നിഴൽ പോലും പതിക്കാൻ ഇടവരരുത്. അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. തീർത്ത അവസാനമായി ദീനുവിൻ്റെ ഇരുകവളിലും ചുണ്ടമർത്തി. അവൾ എന്തോ ഓർത്തിട്ടെന്ന വണ്ണം വാച്ചിലേക്ക് നോക്കി. സമയം ഒരുപാടായിരിക്കുന്നു. അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടവഴികൾ താണ്ടി തനിക്ക് ഒരുപാട് ദൂരം പോകേണ്ടിയിരിക്കുന്നു. ഗൗതം ദീനയെ മാറോട് ചേർത്തു. അയാൾ അവൻ്റെ കാതുകളിൽ പതിയെ മന്ത്രിച്ചു. ദീന, നിനക്ക് ഞാനുണ്ട് മോനെ. നിന്റെ ഈ അച്ഛൻ. ദീന അവൻ്റെ കുഞ്ഞു പല്ലുകൾ കാട്ടി അച്ഛന് നേരെ പുഞ്ചിരിച്ചു. അവൻ്റെ ചിരിയിൽ ഗൗതം തൻ്റെ കണ്ണുനീർ മായ്ക്കാൻ ശ്രമിച്ചു. ഗൗതമിനെയും ദീനുവിനെയും യാത്രയാക്കി തിരിച്ചു വരുമ്പോഴും തീർത്തയുടെ മനസ്സിൽ ഇരുളിൽ മാഞ്ഞ ആ വണ്ടികളുടെ രൂപമായിരുന്നു. തീർത്ത നടത്തത്തിന് വേഗം കൂട്ടി. ഇനിയും കുറേ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ വീട്ടിലെത്താൻ കഴിയുകയുള്ളൂ. പലയിടത്തും കാവൽക്കാരുടെ എണ്ണം കൂടി വരുന്നത് പോലെ തീർത്തയ്ക്ക് തോന്നി. ബൻസാലെ ബംഗ്ലാവിലേക്കുള്ള പാതയിൽ വെച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ കടന്നുപോയ വാഹനങ്ങളെ തീർത്ത വീണ്ടും കണ്ടു. അന്തരീക്ഷത്തിൻ്റെ മ്ലാനത കൂടി വന്നു. ഇരുട്ടുമാറി നേരിയ വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു. ഗ്രാമവാസികൾ ഭയത്തോടെ നിലവിളിച്ചോടുന്നത് തീർത്ത ആശങ്കയോടെ നോക്കി നിന്നു. രത്തംബോറിൽ മറ്റൊരു അനർത്ഥം കൂടി സംഭവിച്ചിരിക്കുന്നു. തീർത്ത നടത്തത്തിന് വേഗത കൂട്ടി. എന്നാൽ കാലുകൾക്ക് ബലം കുറയുന്നത് പോലെ അവൾക്ക് തോന്നി. എന്നാൽ ആൾക്കൂട്ടത്തിനൊപ്പം എത്താൻ അവൾ ഒരു ശ്രമം നടത്തി നോക്കി. അപ്പോഴാണ് അവളുടെ കൈകൾ ആരോ പുറകിൽ നിന്നും വലിച്ചത്. തീർത്ത തിരിഞ്ഞു നോക്കി. അത് സോമന്തായിരുന്നു. അയാളുടെ മുഖം ഭയത്താൽ മൂടിയിരുന്നു. മോളെ, നീ എൻ്റെ ഒപ്പം വരൂ. ഇപ്പോൾ എന്തായാലും നീ അങ്ങോട്ട് പോകണ്ട. അയാൾ തീർത്തയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു.
തീർത്ത ചോദ്യഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. മോള് വരൂ, ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവന് തന്നെ അപകടമാണ്. സോമന്ത് തീർത്തയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുറത്തെ ബഹളങ്ങൾ അവളെ കൂടുതൽ ഭീതിയിലാഴ്ത്തി. ഇനിയെങ്കിലും ദയവായി പറയൂ, പുറത്തെന്താണ് നടക്കുന്നത്? എനിക്കിനി ഇവിടെ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കാൻ വയ്യ. സോമന്ത് കുറച്ചുനേരം തല താഴ്ത്തിയിരുന്നു. ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി പക്വതയോടെ പ്രവർത്തിച്ച പെൺകുട്ടിയാണവൾ. എന്നാൽ ബൻസാരെ കുടുംബത്തിന് നേർക്കുണ്ടായ ആക്രമണത്തെക്കുറിച്ച് അവളോട് എങ്ങനെ പറയും എന്നോർത്ത് അയാൾ ധർമ്മസങ്കടത്തിലായി. തീർത്ത അയാളുടെ അരികിലേക്ക് ചെന്നു. എന്താണെങ്കിലും അങ്ങ് പറഞ്ഞോളൂ മോളെ. അത് സോമന്തിൻ്റെ കണ്ടമിടറി. തീർത്ത അയാളുടെ കണ്ണുകളിലേക്ക് ദയനീയമായി നോക്കി. ഞാൻ പറയാൻ പോകുന്ന കാര്യം ആത്മനിയന്ത്രണത്തോടെ ഉൾക്കൊള്ളണം. എനിക്കിത് എങ്ങനെ നിന്നോട് പറയണമെന്ന് പോലും അറിയില്ല കുട്ടി. തീർത്തയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. തൻ്റെ സംശയം പോലെ വലിയ ഒരു ദുരന്തം ഗ്രാമത്തിൽ സംഭവിച്ചിരിക്കുന്നു. തീർത്ത സരസ്വതി നിർവികാരതയോടെ സോമന്തിനെ നോക്കിയിരുന്നു. ഇന്നലെ രാത്രിയിൽ ബൻസാലി ബംഗ്ലാവിന് ആരോ തീ കൊളുത്തി. തീ കെടുത്തുവാൻ ആവുന്നത്ര എല്ലാവരും ശ്രമിച്ചിട്ടും തീ ആളിപ്പടർന്ന് വലിയ നാശമാണ് സംഭവിച്ചത്. തീർത്തയിൽ അപ്പോൾ ഒരു നിലവിളി ഉയർന്നു. അരുത് മോളെ, എല്ലാവരും കൊല്ലപ്പെട്ടു. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചല്ലേ പറ്റൂ. മോളും അതിലുണ്ടായിരുന്നു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. മോളായിട്ടിനി? സോമന്തിൻ്റെ വാക്കുകൾ ഇടറി. തീർത്ത മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. തൻ്റെ കുടുംബം ഇനിയില്ല. അമ്മയും അച്ഛനും നാദുവും ഇനി വെറും ഓർമ്മകൾ മാത്രമാണ്. തൻ്റെ ലോകം അവരായിരുന്നു. ദുരന്തങ്ങളുടെ ആവർത്തനങ്ങളിൽ പകച്ചു നിന്നപ്പോഴും അവരുടെ തണലിൽ താൻ സുരക്ഷിതയായിരുന്നു. ഇനി ആ കരുതലിൻ്റെ സാമീപ്യം ഇല്ല. പകൽ വെളിച്ചം പോലും അന്ധകാരത്തിൻ്റെ മൂടുപടങ്ങളാൽ അവളെ വലം വെച്ചു. ഭയത്തോടെ കണ്ണുകളടച്ച് തീർത്തായിരുന്നു. സോമന്തിന് ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. അയാൾ വാതിൽ പുറത്തു നിന്നും പൂട്ടി സംഭവ സ്ഥലത്തേക്ക് നടന്നു. ഗ്രാമത്തിലെ ഏറ്റവും പ്രൗഢമായ ഒരു മാളികയിൽ ഒന്നായിരുന്നു ബൻസാരെ കുടുംബത്തിൻ്റേത്. മറ്റുള്ള അധികാരി കുടുംബങ്ങളെ അപേക്ഷിച്ച് സഹജീവികളോടെ ദയുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അധികാരി വർഗത്തിൻ്റെ കണ്ണിലെ കരടായി അവർ ഗ്രാമത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടിരുന്നു. സോമന്ത് അവിടെ എത്തുമ്പോൾ ആളുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. മൃതശരീരങ്ങൾ കത്തിയെരിഞ്ഞ ചാരക്കൂനകൾ കണ്ട് സോമന്ത് പൊട്ടിക്കരഞ്ഞു. ഓർമ്മിക്കാനൊന്നുമില്ലാത്ത വിധം കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ നോക്കി ആളുകൾ നെടുവീർപ്പിട്ടു. അസ്വസ്ഥതയുടെ അധ്യായങ്ങൾ സന്തോഷത്തോടെ അടച്ച് അധികാരികൾ അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വിലമതിച്ച വസ്തുക്കൾക്കായി ആളുകൾ തിരക്കുകൂട്ടി. നഷ്ടങ്ങൾ തീർത്തയ്ക്ക് മാത്രമാണ്. ഒരു ഗ്രാമത്തിൻ്റെ നവീകരണത്തിനായി ഇറങ്ങിത്തിരിച്ച അവൾക്ക് കാലം സമ്മാനിച്ച പ്രതിഫലത്തെക്കുറിച്ചോർത്ത് സോമന്തിൻ്റെ കണ്ണു നിറഞ്ഞു. സോമന്ത് തിരികെ എത്തുമ്പോൾ തീർത്ത കരഞ്ഞു തളർന്ന് മുറിയുടെ ഓരത്ത് നിർവികാരതയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോമന്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് തീർത്ത ചോദിച്ചു. ആ കാട്ടാളന്മാരെ എല്ലാം കത്തിച്ചു കളഞ്ഞില്ലേ അമ്മാവ? അതിനു മാത്രം എന്ത് തെറ്റാ അവരോടൊക്കെ എൻ്റെ ബാപ്പുവും അമ്മയും ചെയ്തത്? ഇനി എനിക്ക് ആരുണ്ട് ഈ ലോകത്ത്? ഇതിലും ഭേദം അവന്മാർക്ക് എന്നെ കൂടെ കൊന്നു കളഞ്ഞുകൂടായിരുന്നോ? സോമന്ത് മറുപടി പറയാനാകാതെ കുഴങ്ങി. അയാൾ തീർത്തയുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. ആര് പറഞ്ഞു മോളെ നിനക്കാരുമില്ലെന്ന്? ഞാനില്ലേ നിൻ്റെ കൂടെ? എൻ്റെ മരണം വരെ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ. എല്ലാം വിധിയാണ് കുഞ്ഞെ. ഞാനും ഈ ദുഃഖം തന്നെയല്ലേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർത്ത കണ്ണു തുറച്ച് എഴുന്നേറ്റു. അവളുടെ മനസ്സിൽ പ്രതികാരം ആർത്തിരമ്പി. കരഞ്ഞുകൊണ്ടിരിക്കാനാവില്ല. ഭീരുവിനെ പോലെ തിരിഞ്ഞോടുവാനുമായിരുന്നില്ല താൻ ശ്രമിച്ചത്. വിജയത്തിൻ്റെ പാതയിൽ കാടന്മാരുടെ കറുത്ത രക്തം ഒഴുകി പരക്കണം. അവിടെയാവണം നന്മയുടെ ഗംഗ തീർത്ഥം കൊണ്ട് തനിക്ക് ശുദ്ധി ചെയ്യുവാൻ. ജന്മനാ ഭയത്തിൻ്റെ തിമിരം ബാധിച്ച മനുഷ്യരുടെ ശാപമാണ് മേലാളർ അവർക്ക് നൽകുന്ന അടിമത്തം. പ്രതികരിക്കാൻ നാവുകളിൽ വിധേയത്തിൻ്റെ വ്രണം ബാധിച്ച സംസ്കാരത്തെ നവീകരിക്കുവാൻ ഒരു കാലത്തിനും ആവില്ല എന്ന് തീർത്ത സരസ്വതി ഇതിനകം മനസ്സിലാക്കി. നേരിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നവരുടെ കൈകൾ വെട്ടി ഇരുട്ടിലൊളിപ്പിച്ചത് ആർക്കു വേണ്ടിയാവാം? തീർത്തയുടെ മുമ്പിൽ ചോദ്യങ്ങൾ നിരനിരയായി വന്നുകൊണ്ടേയിരുന്നു. ഉറക്കത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ അപ്പോഴേക്കും അവൾ മൂടപ്പെട്ടിരുന്നു. നിദ്രയുടെ ഏകാന്ത വീഥികളിലൂടെ തീർത്ത സരസ്വതി സഞ്ചരിക്കുകയാണ്. ഇരുളുകൾക്കിടയിലൂടെ നടക്കാൻ അവൾക്ക് ഭയം തോന്നിയില്ല. വെളിച്ചത്തിനായി റാന്തലുകൾ അങ്ങിങ്ങായി തൂക്കിയിട്ടിരുന്നു. പെട്ടെന്ന് ആരോ അവളുടെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടി. അവൾ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി. ഒന്നും ഇനി കാണാൻ കഴിയുകയില്ല. കാതു കൂർപ്പിച്ച് അവൾ നടന്നു. തൻ്റെ മുമ്പിൽ കുറേ ആളുകൾ നടന്നു പോകുന്നതിൻ്റെ കാലൊച്ച അവൾ കേട്ടു. കാലിൽ ഇടയ്ക്കെപ്പോഴോ ഒരു മുള്ളുകൊണ്ട് തുളച്ചു കയറുന്നത് അവൾ അറിഞ്ഞു. എവിടെയോ ഒരു മണി ശബ്ദിച്ചു. തീർത്ത കാലിൽ നിന്നും ആ മുള്ളു വലിച്ചെറിഞ്ഞു. തിരിച്ചറിവ്. അവളുടെ കാലിൽ നിന്ന് രക്തം ഊറി ഇറങ്ങുന്നുണ്ടായിരുന്നു. വേദനയിൽ അവളുടെ പാദങ്ങൾ മന്ദഗതിയിലായി. എന്നാൽ ഒരു പറ്റം കുതിരകളുടെ കുളമ്പടിക്കിടയിൽ നിന്ന് അവൾ വേഗം ഓടിത്തുടങ്ങി. ഇടയ്ക്ക് വിശ്രമിക്കാനായി തീർത്ത ഒരു പുൽത്തകടിയിലിരുന്നു. ആരോ വന്ന് അവളുടെ കാലുകളിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. നന്ദി പറയുവാനായി അവൾ അവരുടെ കൈകളിൽ തൊട്ടു. ആ കൈകളിലെ തണുപ്പ് അമ്മയുടേതുപോലെയായിരുന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു തേങ്ങൽ ഉയർന്നു കേൾക്കുന്നത് പോലെ തോന്നി. എന്നാൽ കാലുച്ചകൾ അകന്നു പോയിരിക്കുന്നു. തീർത്ത അവരോടൊപ്പം എത്തുവാനായി വേഗം കൂട്ടി.
എന്നാൽ ഒരു ചെളിക്കുണ്ടിൽപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ കുറേ നേരം കിടന്നു. വീണ്ടും മണിയൊച്ചുയർന്നു. അതേ ശബ്ദവും വിശ്വാസം. തീർത്ത രക്ഷയ്ക്കായി കൈകൾ നീട്ടി. ആരോ കയർ വലിച്ചു. അവൾ മുകളിലേക്ക് വന്നു തന്നെ രക്ഷിച്ചത് പരുക്കൻ കൈത്തലമുള്ള ഒരു വഴിപ്പോക്കനായിരുന്നു. കണ്ണിൽ നിന്നും മാഞ്ഞു പോകും വരെ അയാളുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു. അച്ഛൻ്റെ രൂപമായിരുന്ന അയാൾക്ക്. ദൂരെ അവ്യക്തമായി കഴുതക്കൂട്ടങ്ങളുടെ ശബ്ദം കേൾക്കാം. ഇടയ്ക്ക് ചാട്ടവാറിൻ്റെ പ്രഹരത്താൽ പിഴയുന്ന ദീനരോദനങ്ങൾ അവളുടെ കാതിൽ തുളച്ചു കയറി. തീർത്തയ്ക്കിപ്പോൾ ദാഹിച്ചു തുടങ്ങിയിരിക്കുന്നു. കടുത്ത ചൂടിനാൽ അവളുടെ കാലുകൾ വിണ്ടുകീറി. വീണ്ടും മണിയൊച്ച മുഴങ്ങി. ആ സ്വരം വീണ്ടും. ഓർമ്മകൾ. തീർത്ത അടുത്തു വന്ന കാലുച്ചയിൽ കാതു കൂർപ്പിച്ചു. വെള്ളം, അവൾ പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളവുമായി ഒരു കുഞ്ഞു കൈത്തലം അവളുടെ അടുത്തേക്ക് നീണ്ടുവന്നു. അത് നാഥുവിൻ്റെ കൈകളായിരുന്നു. അവനെ ചുംബിക്കുവാനായി അവൾ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ അവൾ അമ്പരന്നു നിന്നു. വളയിട്ട കൈകൾ അവൾക്ക് ഭക്ഷണവുമായി എത്തി. അത് പല്ലവിയായിരുന്നു. അവളോട് ക്ഷമ ചോദിക്കാനായി തീർത്ത കൈകൾ കൂപ്പിയെങ്കിലും ആ സാമീപ്യം, മഴയുടെ കലമ്പലുകൾ ഒരു മൂളിൽ പോലെ അവളെ വലം ചുറ്റി. കോരിച്ചെരിയുന്ന മഴയിൽ അവളോടൊപ്പം കുട്ടികളുമുണ്ട്. അവരുടെ ചിരിയും കൊഞ്ചലും അവൾക്ക് വ്യക്തമായി കേൾക്കാം. കുതിച്ചൊഴുകുന്ന പുഴയിലൂടെ പഴകിയ ഒരു തോണിയിൽ അവൾ യാത്ര ചെയ്യുകയാണ്. മണിശബ്ദം വീണ്ടും ഉയർന്നു. വീണ്ടും അതേ സ്വരം. കാലത്തിലൂടെ. ഒഴുക്കിലൂടെ സഞ്ചരിച്ച് അവൾ വീണ്ടും കരയിലേക്ക് നടന്നു. പുറംചട്ടയില്ലാത്ത ഒരു പുസ്തകം ആരോ അവളുടെ കൈകളിലേക്ക് നീട്ടി. അത്തരത്തിലൊന്ന് യോഗേശ്വരനുണ്ടായിരുന്നതായി അവൾ ഓർത്തു. അവൾ ആ പുസ്തകം മറിച്ചു നോക്കി. അതിൽ മഷിപ്പുരണ്ട അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല. തീർത്ത ഓരോ പേജിലൂടെയും വിരലോടിച്ചു. അവൾ പുസ്തകവുമായി വീണ്ടും നടന്നു. ഇടയ്ക്കെന്തോ കാലി ചുറ്റിക്കറങ്ങുന്നതായി അവൾക്ക് തോന്നി. അതൊരു പാമ്പായിരുന്നു. തീർത്ത ഭയശങ്കകളില്ലാതെ അതിനെ വലിച്ചെറിഞ്ഞു. വീണ്ടും മണി മുഴങ്ങി. ആ സ്വരം മന്ത്രിച്ചു. സ്വാർത്ഥത. തീർത്ത അവിടെ നിന്നും നടന്നു നീങ്ങി. ഇപ്പോൾ അവളുടെ കണ്ണുകളിലെ തുണി ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു. എങ്കിലും കാഴ്ചകൾ അവ്യക്തമാണ്. മണൽത്തിട്ടകൾക്കിടയിലൂടെ അശ്രദ്ധമായി തീർത്ത സരസ്വതി നടന്നു. ഏതോ വസ്തുവിൽ കാലുകൾ തട്ടിത്തടഞ്ഞു നിന്നു. മണ്ണിൽ പൂണ്ടു കിടന്നതിനാൽ വളരെ ശ്രമപ്പെട്ട് അവൾ അതിലെ പൊടികൾ തുടച്ചു മാറ്റി. അതൊരു എഴുത്താണിയായിരുന്നു. കാലങ്ങൾ പഴക്കമുള്ള ചിത്രപ്പിടിയോട് കൂടിയ ഒന്ന്. അതിൻ്റെ വാമുനിയിലെ തിളക്കം എന്തിനോ വേണ്ടി കാത്തു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. കൈകളിൽ എഴുത്താണിയും പുസ്തകവുമായി അവൾ വീണ്ടും മറ്റൊരിടത്തെത്തി. അപ്പോൾ സോമന്തിൻ്റെ പൂവൻ കോഴിയുടെ കൂവൽ ഉയർന്നു കേൾക്കാമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഗ്രാമം ഇന്ന് ഹോളി ആഘോഷത്തിലാണ്. നിറങ്ങൾ വാരിപ്പൂശി രത്തംബോർ സുന്ദരിയായിരിക്കുന്നു. അധികാരികൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ബൻസാലെ കുടുംബത്തിൻ്റെ പതനം അവർക്ക് ഒരാശ്വാസമായിരുന്നു. തീർത്തയുടെ വളർച്ച അതുവരെയും എല്ലാവരെയും ഭീതിയിലാഴ്ത്തിയിരുന്നു. തങ്ങളുടെ അധികാരക്കോട്ടകളെ പൊളിച്ചു മാറ്റാൻ ആരെയും അനുവദിക്കുകയില്ലെന്ന് അവർ വീണ്ടും തെളിയിച്ചു. തീർത്തയുടെ അഭാവത്തിൽ ഏറെ ദുരിതപ്പെട്ടത് രത്തംബോറിലെ സ്ത്രീജനങ്ങളായിരുന്നു. എന്നാൽ അവളുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയാകുവാൻ ആരും മുമ്പോട്ട് വന്നതുമില്ല. കാളിക്ഷേത്രത്തിൽ അന്ന് പ്രത്യേക പൂജ ആയതിനാൽ എല്ലാ ജനങ്ങളും അധികാരികളും അവിടെ ഒത്തുകൂടി. സോമന്തും അവിടേക്ക് പുറപ്പെട്ടു. തീർത്ത വീടിന് പുറത്തേക്കിറങ്ങി. ഗ്രാമത്തിൻ്റെ വിജനതയിൽ വേദനയുടെ അവൾ ബൻസാലെ ബംഗ്ലാവിനടുത്തേക്ക് നടന്നു. ചിതറിക്കിടന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓർമ്മകൾ ചികഞ്ഞുകൊണ്ട് അവൾ നടന്നു. ധാന്യങ്ങൾ സൂക്ഷിക്കുവാനായി നിർമ്മിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. തീർത്ത നിറക്കണ്ണുകളോടെ അതിൻ്റെ അടിത്തട്ടിലേക്ക് നടന്നു. അച്ഛൻ്റെ കൈത്തോക്കുമായി അവൾ പുറത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇനിയുള്ള ഏക വസ്തു അതുമാത്രമാണ്. തിരികെ നടക്കുമ്പോൾ ഒരു തവണ കൂടി അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ തീർത്തയ്ക്കായില്ല. ഉള്ളിൽ ഇരച്ചു പൊന്തുന്ന സങ്കടജ്വാലയെ എഴുത്താണി മൂർച്ചയിൽ ചേർത്തു വെച്ചുകൊണ്ട് അവൾ വേഗം നടന്നു. സോമന്ത് വളരെ വേഗം തന്നെ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തിയിരുന്നു. തീർത്തയിലുള്ള തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അയാൾ എപ്പോഴും ബോധവാനായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ തീർത്തയെ കാണാതെ അയാൾ പരിഭ്രമിച്ചു. സോമന്ത് പ്രയാസപ്പെട്ടുകൊണ്ട് വീടിൻ്റെ വരാന്തയിൽ കുത്തിയിരുന്നു. കാളിപ്പൂജ കഴിഞ്ഞ് ആളുകളെല്ലാം തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. പുതിയൊരു അധ്യായത്തിൻ്റെ മൗനത്തിലേക്കായി രത്തംബോർ വീണ്ടും മടങ്ങിക്കഴിഞ്ഞു. ആളുകളുടെ കലമ്പലുകൾ കേട്ടുകൊണ്ടാണ് സോമന്ത് ഉണർന്നത്. തീർത്തയെ കാത്ത് വരാന്തയിലിരുന്നത് മാത്രമായിരുന്നു ഓർമ്മ. തീർത്ത മടങ്ങി വന്നില്ല എന്ന യാഥാർത്ഥ്യം അപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധ്യമായത്. സോമന്തമാവ, നിങ്ങളിതെന്താ ഇങ്ങനെ ഇരുന്നുറങ്ങുന്നത്? ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങളുമെല്ലാം നിങ്ങൾ അറിഞ്ഞോ? പങ്കജ് അത് പറഞ്ഞുകൊണ്ട് സോമന്തിൻ്റെ വീടിന് മുമ്പിൽ തന്നെ സൈക്കിൾ നിർത്തി. നമ്മുടെ പണ്ടത്തെയാ മുഖംമൂടിക്കാരനില്ലേ? അവൻ ഇന്നലെ കാളിപ്പൂജ കഴിഞ്ഞു വന്ന 3 പേരെയെ കൊന്നത്. 3 പേരോ? അതാരൊക്കെയാ? സോമന്തിൻ്റെ ശബ്ദത്തിൽ ഭയം കലർന്നിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് എന്നവണ്ണം പങ്കജ് പറഞ്ഞു. അരൂപ് അധികാരിയും അയാളുടെ മകനിലെ ഹർഷൻ, പിന്നെ ആ ചന്ദ്രലാലും. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോരം ക്രൂരതകളാണ് എല്ലാവരും നമ്മളോട് ചെയ്തു കൂട്ടിയത്. പിന്നൊരു വിഷമം, ആ മുഖംമൂടിക്കാരനും ഈ ദുഷ്ടന്മാർക്കൊപ്പം മരിച്ചല്ലോ എന്നാ. സോമന്തിന് അധികാരികളുടെ മരണവാർത്ത ഹൃദയത്തിലെ വേദനകളെ ശമിപ്പിക്കാൻ പറ്റിയൊരു ഔഷധമായി തോന്നി.
എന്നാൽ തങ്ങൾക്കായി മറിഞ്ഞിരുന്ന യുദ്ധം ചെയ്ത ആ പാവം ചെറുപ്പക്കാരൻ്റെ വിധിയോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അയാളെ കാണാൻ പോകുക. പോലീസ് വരാതെ കാണാൻ പറ്റില്ല. എങ്കിലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അമ്മാവൻ വരുന്നെങ്കിൽ വാ, ഞാൻ അങ്ങോട്ടാ. നീ പോയിക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് എത്തിക്കോളാം. തീർത്ഥയുടെ വരവിനായി അയാൾ ഉമ്മർത്ത് തന്നെ കാത്തിരുന്നു. സമയം ഉച്ചയോടടുത്താണ് പോലീസ് സൂപ്രണ്ട് അവിടേക്ക് വന്നത്. അരൂപിൻ്റെയും ഹർഷൻ്റെയും ചന്ദ്രലാലിൻ്റെയും മൃതദേഹങ്ങൾ പോലീസ് നടപടികൾക്കായി പട്ടണത്തിലേക്ക് അയച്ചു. മുഖംമൂടി ധരിച്ച കൊലയാളി കിടന്നിരുന്നത് പൊന്തക്കാടുകൾക്കിടയിലായിരുന്നു. മൃതശരീരം കമിഴ്ന്നു കിടന്ന നിലയിലായിരുന്നു കാണപ്പെട്ടത്. പോലീസുകാരൻ അയാളെ മലർത്തി കിടത്തി. അയാളുടെ കൈകളിൽ ഒരു കൈത്തോക്കുണ്ടായിരുന്നു. ആ മുഖംമൂടിധാരിയെ കാണാൻ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ കൂടിയിരുന്നു. ആളുകളെ തിരക്കിനെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി പ്രയാസപ്പെട്ടു. ഒരു പോലീസുകാരൻ മൃതദേഹത്തിൽ നിന്നും മുഖംമൂടി അഴിച്ചുമാറ്റി. സാർ, ഇതൊരു സ്ത്രീയാണ്, പോലീസുകാരൻ പരിഭ്രമത്തോടെ പറഞ്ഞു. സ്ത്രീയോ? അതെ സാർ, അതൊരു സ്ത്രീയാണ്, പോലീസുകാരൻ വീണ്ടും പറഞ്ഞു. അജിത് ശർമ്മ വിശ്വസിക്കാനാവാതെ മൃതദേഹത്തിനരികിലേക്ക് ചെന്നു. അജിത് ശർമ്മയുടെ മുഖം വിളറി. ഇവളൊന്നും മരിച്ചില്ലേ? സാറിനറിയുമോ ഇവരെ? ഒരു പോലീസുകാരൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എനിക്കറിയാം. ഇവിടെയൊക്കെ തന്നെയുള്ളതാണ് തീർത്ഥ സരസ്വതി. അജിത് ശർമ്മ ഞെട്ടൽ വിട്ടുമാറാതെ ആ ശവശരീരത്തിലേക്ക് നോക്കി നിന്നു. ആളുകൾ അവളുടെ ശവശരീരം കാണുവാനായി തിരക്കുകൂട്ടി. തീർത്ഥയുടെ മുഖത്തേക്ക് നിർവികാരനായി നോക്കിക്കൊണ്ട് സോമൻ തിരുന്നു. രത്തംപൂർ കണ്ണീർ ചാലിനാൽ നിറഞ്ഞു കവിഞ്ഞു. ഇടിമുഴക്കം പോലെ കേട്ട നിലവിളികൾക്കിടയിൽ തീർത്ഥ അപ്പോഴും മരിച്ചിരുന്നില്ല. എഴുത്താണികളാൽ അവൾ എഴുതിയ അക്ഷരക്കൂട്ടുകൾ ശാസനകളുടെ മൂടുപടങ്ങൾക്കുമേൽ ആഞ്ഞു പതിച്ചു. രത്തംപൂറിൻ്റെ തലമുറകൾക്കിടയിൽ രക്തം ചാലിച്ച് ഒരു എഴുത്താണിയായി അവൾ അപ്പോൾ പുനർജനിച്ചു. ഇനിയും എന്തൊക്കെയോ പറയുവാനായി. ശുഭം.